എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ എന്നത്തെയും പോലെ പതിവ് പോലെ ഇന്നും നമ്മുടെ സ്വന്തം ദളപതി വിജയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ സോഷ്യൽ മീഡിയയിലാകെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിൻ്റെ ചില ചിത്രങ്ങൾ കറങ്ങി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. കറുത്ത ഷർട്ടൊക്കെ ഇട്ട് മാസായിട്ട് വിജയ് ഒരു ഫാക്ടറിയിൽ നിൽക്കുന്നു. കൂടെ കുറേ ഉദ്യോഗസ്ഥരുമുണ്ട്. പലരും വിചാരിച്ചിട്ടുണ്ടാവുക ഇതേതോ സിനിമയുടെ ലൊക്കേഷനാണോ എന്നായിരിക്കാം. പക്ഷേ സംഗതി അതല്ല. ചെന്നൈയിലെ ചേതുപ്പെട്ടിലുള്ള ഒരു വമ്പൻ ബയോ CNG പ്ലാന്റിൽ വിജയ് നടത്തിയ ഒരു മിന്നൽ പരിശോധനയുടെ ചിത്രങ്ങളാണിത്. ഇനി ഇതിൻ്റെ പുറകിലുള്ള അസൽ രഹസ്യം എന്താണെന്ന് നോക്കാം. വിജയ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരുന്നത് ഓർക്കുന്നുണ്ട്. അന്നപൂർണി സൂപ്പർ 6 പദ്ധതിയിലൂടെ തമിഴ്നാട്ടിലെ എല്ലാ കുടുംബങ്ങൾക്കും വർഷത്തിൽ 6 ഗ്യാസ് സിലിണ്ടറുകൾ ഫ്രീ ആയി നൽകുമെന്ന്. അന്ന് പലരും ചോദിച്ചു, ഇതൊക്കെ നടക്കുമോ സാറേ, ഇതിനുള്ള കാശ് എവിടെ നിന്നുണ്ടാക്കും എന്ന്. എങ്കിലിതാ അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്ന പ്ലാന്റ്. വേസ്റ്റിൽ നിന്ന് ഫ്രീ ഗ്യാസ് ഉണ്ടാക്കുന്ന കളി അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. എന്താണ് ഈ പ്രൊജക്റ്റ്? ഇത് വിജയ് എങ്ങനെ സക്സസ് ആക്കും? നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വീടുകളിലെയും ഹോട്ടലുകളിലെയും ചീഞ്ഞളിഞ്ഞ ഭക്ഷണ സാധനങ്ങളും പച്ചക്കറി അവശിഷ്ടങ്ങളും ഒക്കെ കൊണ്ട് വണ്ടി ഓടിക്കാനും അടുപ്പ് കത്തിക്കാനുമുള്ള ഗ്യാസ് ഉണ്ടാക്കുന്ന സ്ഥലമാണിത്. ചെന്നൈ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഈ പ്ലാന്റിൽ ദിവസവും ഏകദേശം 100 ടൺ വലിപ്പമുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളാണ് സംസ്കരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ചെറിയ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഒരു ഭീകര വേർഷൻ എന്ന് കൂട്ടിക്കോളും. ചെന്നൈയിലെ ഹോട്ടലുകളിൽ നിന്നൊക്കെ വണ്ടിയിൽ കൊണ്ടുവരുന്ന വേസ്റ്റുകൾ ഒരു മെഷീനിലിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കും. എന്നിട്ട് വായു കടക്കാത്ത വലിയ ടാങ്കുകളിൽ ഇട്ട് ബാക്ടീരിയകളെ കൊണ്ട് കടുപ്പമുള്ള മീഥേൻ ഗ്യാസ് ഉണ്ടാക്കിയെടുക്കും. ഈ ഗ്യാസ് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ ശുദ്ധീകരിച്ച് സിലിണ്ടറുകളിൽ നിറയ്ക്കും. ഇതാണ് ബയോ CNG. ഇനി നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് വരാം. വിജയ് പറഞ്ഞിരുന്ന വർഷത്തിൽ 6 സിലിണ്ടർ ഫ്രീ പദ്ധതി ഇതുവഴി എങ്ങനെ സാധ്യമാകും? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന LPG ഗ്യാസ് നമ്മൾ വിദേശത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയും വില കൂടുതൽ. പക്ഷേ ഈ ബയോ CNG ഗ്യാസ് ഉണ്ടല്ലോ, ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്താണ്? ചപ്പുചവറുകളാണ്. അതായത് പൈസ കൊടുത്ത് വാങ്ങേണ്ടതില്ല. ആളുകൾ കളയുന്ന സാധനം ചെന്നൈയിൽ മാത്രം ദിവസം 6000 ടണ്ണിലധികം വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതിൽ പകുതിയിലധികവും ഇങ്ങനെയുള്ള നനഞ്ഞ വേസ്റ്റാണ്. ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ തമിഴ്നാട്ടിലെ എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വന്നാൽ എന്ത് സംഭവിക്കും? സർക്കാരിന് സ്വന്തമായി ലക്ഷക്കണക്കിന് ടൺ ഗ്യാസ് നിർമ്മിക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ചിലവിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് എത്തിക്കാൻ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരില്ല. ആളുകൾ വേസ്റ്റ് തരംതിരിച്ച് നൽകിയാൽ പകരം ഗ്യാസ് ഫ്രീ ആയി കൊടുക്കുന്ന ഒരു കിടിലൻ ഇക്കോസിസ്റ്റം വരും. ചുരുക്കത്തിൽ വിജയ് കൊടുത്ത വാക്ക് വെറുതെ എയറിൽ പറഞ്ഞതല്ല, പക്ക പ്ലാനിങ്ങോടെ പറഞ്ഞതാണ്. ഈ മിന്നൽ സന്ദർശനത്തിനിടയിൽ വിജയ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തമിഴ്നാട്ടിൽ മുഴുവൻ സയൻറ്റിഫിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണം എന്ന്. വീടുകളിൽ നിന്ന് തന്നെ വേസ്റ്റ് കറക്റ്റായി തരം തിരിച്ച് വാങ്ങണം. നനഞ്ഞ വേസ്റ്റ് മുഴുവൻ ഇതുപോലെ ഗ്യാസാക്കി മാറ്റണം. ഇനി പ്ലാസ്റ്റിക് പോലുള്ള ഉണങ്ങിയ വേസ്റ്റുകൾ ഉണ്ടല്ലോ, അത് റോഡ് പണിയാനും സിമൻറ്റ് ഫാക്ടറികളിൽ ഇന്ധനമാക്കാനും ഉപയോഗിക്കണം. നഗരങ്ങളിൽ വലിയ മാലിന്യ മലകൾ കൂട്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം വളരെ കർശനമായി തന്നെയാണ് പറഞ്ഞത്. ചെന്നൈയിൽ തുടങ്ങിയ ഈ പ്രൊജക്റ്റ് ഉടൻ തന്നെ തമിഴ്നാട്ടിലെ മറ്റു പ്രധാന നഗരങ്ങളായ കോയമ്പത്തൂർ, മധുരൈ, തിരുച്ചിറപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഓർഡറും ഇട്ടുകഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായാലും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ തലവേദനയാണ് ഈ മാലിന്യ പ്രശ്നം അല്ലേ? പലയിടത്തും മാലിന്യ പ്ലാന്റുകൾക്ക് തീ പിടിക്കുന്നതും ആ പുക ശ്വസിച്ച് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഈ തമിഴ്നാട് മോഡൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
വേസ്റ്റ് വെറുതെ കളയാതെ അതിൽ നിന്ന് വരുമാനവും ഇന്ധനവും ഉണ്ടാക്കുന്നു. ആ ഇന്ധനം വെച്ച് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാനും നോക്കുന്നു. ഇതാണ് ശരിക്കുള്ള പോസിറ്റീവ് രാഷ്ട്രീയം വിത്ത് പ്രായോഗിക ബുദ്ധി. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ലേ ഫ്രണ്ട്സ്? വിജയ് ഇന്നലെ പോയത് വെറുമൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയല്ല. അദ്ദേഹം പറഞ്ഞ 6 ഫ്രീ സിലിണ്ടർ പദ്ധതി നടപ്പിലാക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റും നടക്കും, ജനങ്ങൾക്ക് ഫ്രീ ഗ്യാസും കിട്ടും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിജയ് സാറിൻ്റെ ഈ 6 ഫ്രീ സിലിണ്ടർ ഐഡിയ സക്സസ് ആകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കണം. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോയുമായി വീണ്ടും കാണാം.